സംസ്ഥാന സർക്കാരിന്റെ സൗജന്യ ഓണക്കിറ്റിൽ നിന്നും കശുവണ്ടി പരിപ്പ് ഒഴിവാക്കിയ നടപടിക്കെതിരെ കടുത്ത പ്രതിഷേധം. മുൻ വർഷങ്ങളിൽ നൽകിയിരുന്ന കശുവണ്ടി പരിപ്പ് ഇത്തവണത്തെ കിറ്റിൽ നിന്നും ഒഴിവാക്കിയത് കശുവണ്ടി വ്യവസായ മേഖലയ്ക്കും പാവപ്പെട്ട ഉപഭോക്താക്കൾക്കും തിരിച്ചടിയായെന്നും മുൻ കാഷ്യൂ കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ വ്യക്തമാക്കി. തീരുമാനം സർക്കാർ ഉടൻ തിരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കഴിഞ്ഞ വർഷങ്ങളിൽ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്ത സൗജന്യ ഓണക്കിറ്റുകളിൽ പായസം വെക്കുന്നതിനായി കാഷ്യൂ കോർപ്പറേഷന്റെയും കാപെക്സിന്റെയും കശുവണ്ടി പരിപ്പ് ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇത്തവണത്തെ കിറ്റിൽ നിന്ന് കശുവണ്ടി പരിപ്പിനെ പൂർണ്ണമായി ഒഴിവാക്കിയതാണ് വലിയ പ്രതിഷേധത്തിന് വഴിവെച്ചത്. സർക്കാർ കശുവണ്ടി പരിപ്പ് സംഭരിക്കുന്നത് വഴി ലഭിക്കുന്ന വരുമാനം ഓണക്കാലത്ത് കശുവണ്ടി തൊഴിലാളികൾക്ക് ബോണസ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാൻ സഹായകരമായിരുന്നു. കൂടാതെ വിദേശ വിപണിയിലെ തകർച്ചയ്ക്കിടയിൽ ആഭ്യന്തര വിപണിയെ സജീവമാക്കാനും ഈ നടപടി വലിയ തോതിൽ ഉപകരിച്ചു. എന്നാൽ ഇത്തവണ പരിപ്പ് ഒഴിവാക്കിയത് വഴി സാധാരണക്കാർക്ക് ഇത് ലഭ്യമാകാത്ത സാഹചര്യമുണ്ടായി. ഇപ്പോൾ പലരും കഴിഞ്ഞ 10 വർഷക്കാലം കാഷ്യൂ കോർപ്പറേഷന്റെ ചെയർമാനായി ഇരുന്ന ആളെന്നുള്ള നിലയിൽ കിറ്റിൽ പരിപ്പുണ്ടോ എന്ന അന്വേഷണവും പരിപ്പ് എന്തുകൊണ്ടില്ല എന്ന നിലയിൽ അവർ പ്രതിഷേധം പ്രകടിപ്പിച്ച് വിളിക്കുന്ന നിരവധി ടെലിഫോൺ കാളുകൾ വീട്ടമ്മമാരും ഒക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് വസ്തുത ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട് എന്നതുകൊണ്ടാണ് ഈ പ്രതികരണം നടത്തുന്നത്. സർക്കാർ എന്തായാലും ഓണക്കിറ്റിൽ കശുവണ്ടി പരിപ്പിനെ ഒഴിവാക്കിയത് നിർഭാഗ്യകരമായി പോയി, പ്രതിഷേധാർഹമാണ്. അവർക്ക് തെറ്റാണ് പറ്റിയതെങ്കിൽ അത് തിരുത്താൻ സർക്കാർ തയ്യാറാകേണ്ടതായിട്ടുണ്ട്. അതേസമയം തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ പറയുന്നത് കശുവണ്ടി പരിപ്പ് കിറ്റിൽ നിന്ന് ഒഴിവാക്കിയത് താൻ അറിഞ്ഞില്ലെന്നാണ്. സ്വാഭാവികമായും കശുവണ്ടി തൊഴിലാളികളെ അവഗണിച്ച സർക്കാർ ഇതിൽ പുനർവിചിന്തനം നടത്തുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.